ജലഘോഷയാത്ര ഇവിടെ തന്നെ ആരംഭിക്കേണ്ടതുണ്ട്. നമ്മുടെ പാരമ്പര്യത്തിന്റെയും പൈതൃകത്തിന്റെയും വലുതായ ശേഷിപ്പുകളാണ് ഈ ജലോത്സവങ്ങൾ. കേരളത്തിന്റെ ജലസംസ്കാരത്തിന്റെ പ്രതീകങ്ങളാണ് ഈ പള്ളിയോടങ്ങളും അതുമായി ബന്ധപ്പെട്ട വള്ളംകളികളും. കേരളത്തെ മനോഹരമായി ലോകത്തിന് മുമ്പിൽ നമ്മൾ അവതരിപ്പിക്കുമ്പോൾ അതിനകത്ത് നമ്മുടെ പള്ളിയോടങ്ങളും നമ്മുടെ ജലോത്സവങ്ങളും എല്ലാം അതിന്റെ ഭാഗമാകാറുണ്ട്. തീർച്ചയായും ഈ പൈതൃക സ്വത്തുകൾ സംരക്ഷിക്കുന്നവരാണ് ഈ ജലോത്സവങ്ങളെ നടത്തിപ്പോകുന്നത്. എല്ലാവരും ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ടാണ് എല്ലാ വർഷവും ഇത് മുടങ്ങാതെ നടത്തിക്കൊണ്ടു പോകുന്നത്. അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. ശരിയാണ്, അധ്യക്ഷൻ നേരത്തെ സ്വാഗത പ്രസംഗം പറഞ്ഞതുപോലെ 3 മാസത്തിന് മുമ്പ് എനിക്ക് വന്നിട്ട് ഡയറിയിൽ ഇവിടെ നിർബന്ധമായിട്ട് വരണം എന്ന് എഴുതി വെച്ച് പോയതാണ്. ഇതിന്റെ പ്രാധാന്യം ബഹുമാനപ്പെട്ട MLA സൂചിപ്പിച്ചു. അദ്ദേഹം അല്പസമയത്ത് അവിടെ എത്തിച്ചേരും പറയുന്നത്. അപ്പൊ ഇത് അടുത്ത വർഷങ്ങളിൽ സൗഹൃദ മത്സരമല്ലാതെ തന്നെയുള്ള മത്സര വളർച്ചയായിട്ട് തന്നെ നടത്തണം എന്നാണ് നമ്മുടെ സംഘാടകർ ആഗ്രഹിക്കുന്നത്. ആഗ്രഹിക്കുന്ന പോലെ തന്നെ നടക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആശംസിക്കുകയാണ്. ചില കാര്യങ്ങളോട് സൂചിപ്പിക്കുകയുണ്ടായി. എന്നോട് ബഹുമാനായ MP ആറ്റുവാലിന് ഞങ്ങൾ ഒരുമിച്ചാണ് വന്നത്. അതുകൊണ്ട് വരുന്ന സമയത്ത് അദ്ദേഹം എന്നോട് സൂചിപ്പിച്ച കാര്യമാണ് ഈ ഉണ്ടായിരുന്ന ഒരു ഗ്രാൻഡ് തിരിച്ചു പോയ കാര്യം MP സൂചിപ്പിച്ചിരുന്നു. സ്വാഗത പ്രാസംഗികൻ അത് ആവർത്തിക്കുകയുണ്ടായി. ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അനുവദിച്ച ടൂറിസത്തിന്റെ ഒരു ഗ്രാൻഡ് പിൽക്കാലത്ത് മുടങ്ങിപ്പോയി. ഈ വർഷം ഇനി അനുവദിക്കാൻ നിർവാഹമില്ല. അടുത്ത വർഷം മുതൽ ടൂറിസത്തിന്റെ ആ ഗ്രാൻഡ് പുനഃസ്ഥാപിച്ച് ലഭ്യമാകുന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ ഉറപ്പു നൽകുന്നു. കൂടുതൽ പിന്തുണ ഈ ഔട്ടർ ജലോത്സവത്തിന് ഗവൺമെന്റിന്റെ സാംസ്കാരിക വകുപ്പിന് ടൂറിസത്തിന്റെ ഒക്കെ പിന്തുണ ഈ ഔട്ടർ ജലോത്സവത്തിന് ഉണ്ടാകും എന്ന് കൂടി ഈ അവസരത്തിൽ സൂചിപ്പിക്കുന്നു. നിന്റെ സഖിയല്ലയോ ഞാൻ, നിന്റെ സഖിയല്ലയോ ഞാൻ, നിന്റെ സഖിയല്ലയോ ഞാൻ എന്നറിഞ്ഞാലും നിന്റെ സഖിയല്ലയോ ഞാൻ എന്നറിഞ്ഞാലും നിന്റെ സഖിയല്ലയോ ഞാൻ എന്നറിഞ്ഞാലും ഒന്നിനെ കണ്ടില്ല എങ്കിൽ, ഒന്നിനെ കണ്ടില്ല എങ്കിൽ